Watch full episodes on Jio Hotstar. ഞാനിവരെല്ലാരും നശിപ്പിച്ച് അടങ്ങും. ആരും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. ഈ ലോകം മൊത്തവും നിശ്ചലമായി അവസാനിക്കും. സൂര്യൻ ഉദിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഇനി ആരും സൂര്യനെ നോക്കരുത്. ഇവിടെയുള്ള ശത്രുക്കളുടെ കഥ അവസാനിപ്പിക്ക്. ചെല്ല്. വെള്ളത്തിന്റെ ശക്തിയുള്ള കല്ല് കിട്ടിക്കഴിഞ്ഞു. ഭൂമിയുടെ ശക്തിയുള്ള കല്ല് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എനിക്ക് എന്റെ 2 കല്ലുകളും നഷ്ടമായി. ഞാൻ നിങ്ങളെ ആരും വെറുതെ വിടില്ല. ഇത് കണ്ടോ, ഈ കല്ല് ചെറുതായിട്ട് മാറാനുള്ള ശക്തിയും ഉള്ളതാണ്. രുദ്ര, നീ ഒരു ഐഡിയ കാണിച്ചില്ലേ? ഡിജിറ്റൽ ബുക്ക് റെഡിയാക്കാനുള്ളത്. അത് നമുക്കിപ്പോൾ വളരെ പ്രയോജനകരമായേക്കും. അല്ലെങ്കിൽ നമുക്ക് അടുത്ത പസിൽ കിട്ടില്ല. രുദ്ര, നിനക്കിപ്പോൾ വെള്ളത്തിന്റെ ശക്തിയുള്ള കല്ല് കിട്ടിയിരിക്കുകയാണ്. അത് നീ ഈ ബുക്കിൽ കൊണ്ട് പതിച്ചു വെക്ക്. അങ്ങനെയായാൽ ചിലപ്പോൾ നമുക്ക് അടുത്ത കല്ലിലുള്ള വഴി കണ്ടെത്താം. അടിപൊളി. ഹെറോഷ്യസിന് സന്തോഷമായി. ഹെറോഷ്യസിന് സന്തോഷമെങ്കിൽ നിങ്ങൾക്കും സന്തോഷം. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായില്ല. അതായത് ആ ചെക്കൻ ഏത് വാഹനത്തിലാണ് സവാരി ചെയ്തുകൊണ്ടിരുന്നത്? ഏത് മൃഗത്തിനും അതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റിയില്ലല്ലോ. ഹെറോഷ്യസ് അവനൊരു മെജീഷ്യനാണ്, ഒരു മഹാനായ മെജീഷ്യൻ. അവൻ വിചാരിച്ചാൽ എന്തും ചെയ്യാൻ പറ്റും. ആ പുസ്തകം വേഗം കൊണ്ടുവാ. അല്ല, ഇതെന്താ പറ്റിയത്? ഈച്ചക്ക് ദാന, ബീച്ചക്ക് ദാന, ദാനേ ഊപ്പർ ദാന. അത് കൈയടക്കാൻ ഒരുത്തൻ പതുങ്ങിയിരിപ്പുണ്ട്. അവൻ ഈ ധാന്യം കഴിച്ചേ മതിയാവൂ. ഈച്ചകദാന, ബീച്ചകദാന, ദാനേ ഊപ്പർ ദാന ഒക്കെ ശരിയാ. പക്ഷെ പതുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ എന്താണ്? ഒരുപക്ഷെ ഷാക്കിർ ഇത് തെറ്റായ രീതിയിൽ വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ വിഷയം അറിഞ്ഞ വേട്ടക്കാരനായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് വേണ്ടിയും വല വരിച്ച് കാത്തിരിക്കുന്നത് വേട്ടക്കാരെ മാത്രമല്ലേ? ഒന്ന് ആലോചിക്കൂ. ഷാക്കിർ എന്ന് പറയുന്നത് വേട്ടക്കാരനല്ലല്ലോ. ഷാക്കിർ എന്ന് പറയുന്ന ഒരു പേരായിരിക്കും. ബാബാദീൻ സർ, ഒന്ന് ആലോചിക്കേ. ഷാക്കിർ എന്ന് പറയുന്നത് ഒരു പേരായിരിക്കുമോ? അതെ അതെ ഉണ്ട്. ഷാക്കിർ എന്നത് ഒരു ഭാഷയുടെ പേരാണ്. പക്ഷെ അയാളുടെ സിറ്റിയെ കുറിച്ച് ഇവിടെയുള്ള ആർക്കും അറിയില്ല. അദ്ദേഹം വളരെ നല്ല ഭാഷയായിരുന്നു. പല പ്രാവശ്യവും അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഭാഷയാണെങ്കിൽ അത് ഷാക്കിറിനെ പോലെ വേണമെന്ന്. എന്ന് വെച്ചാൽ 3ാമത്തെ കല്ല് ആ നഗരത്തിലായിരിക്കും. അവിടുത്തെ ഭാഷ ഷാക്കിർ ആയിരിക്കും. ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ നഗരം എവിടെയാണെന്ന്. അത് കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ലെന്നേ. ആ ബുക്കിലൊന്ന് നോക്കിക്കേ. നമ്മൾക്ക് വീണ്ടും ഇനിയും നോർത്ത് ഡയറക്ഷനിലാണ് പോകേണ്ടത്. വരൂ, എല്ലാരും വീണ്ടും വിശ്വസിക്ക്. പിന്നെയും നമ്മളെ ഹെറോഷ്യസുമായിട്ട് മീറ്റ് ചെയ്യണ്ടെന്ന്.
രുദ്ര, ഈ വണ്ടിയിൽ ഇനി നമുക്ക് യാത്ര ചെയ്യാനാവില്ല. അവർ നമ്മൾ നിനക്ക് അസ്ത്രങ്ങൾ എഴുതി നമ്മളെ നശിപ്പിക്കും. ഈ മരുഭൂമിയിൽ വേഗത്തിൽ ഓടുന്നത് ഒട്ടകങ്ങൾ മാത്രമാണ്. നീ നിന്റെ മാജിക് പവർ യൂസ് ചെയ്ത് ഒട്ടകങ്ങളെ ഉണ്ടാക്കിയെടുക്കൂ. അവയ്ക്ക് മാത്രമേ മരുഭൂമിയിൽ കൂടെ ഓടാനാവൂ. Sibaiska Camel Creator. നിങ്ങളെ ആരെയും കൊണ്ടും എനിക്കൊരു പ്രയോജനവും ഇല്ലല്ലോ. ഒരു കടങ്കഥയുടെ ഉത്തരം പോലും നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. ആ ചക്കർ അവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്ക്. ആ ചക്കർ അവിടെ ഉണ്ടെന്ന് പോയി നോക്കാൻ. അവൻ അതിന്റെ ഉത്തരം തേടി കണ്ടെത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജോലിയും എളുപ്പത്തിൽ തീർക്കാം. പോയി നോക്കാനാ പറഞ്ഞേ. എന്റെ തല മാത്രമല്ല നരീണ്ടത്, എന്റെ ബുദ്ധിയും നരീണ്ട് തന്നെയാണ്. വളരെ വേഗത്തിലാണ്. ഇപ്പൊ തന്നെ ഞാൻ അത് കണ്ടെത്താം. ഹെരോഷസ്, ആ ചക്ക നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആ ദിക്കിൽ ഒരു നഗരമുണ്ട്. എനിക്ക് മനസ്സിലായി അവൻ ഗസൂബയിലേക്കാ പോകുന്നത്. പക്ഷെ അവൻ അവിടെ ചെന്നെത്തുന്നതിന് മുമ്പ് അവരെ പിടിച്ചു നിർത്തണം. ചേടാ, ഇപ്പൊ അടുത്ത പുലിവൽ എന്താ ഈ വന്നോണ്ടിരിക്കുന്നത്? ചേടാ, ഇത് ആകെ ഗുലുമാലായല്ലോ. ഇത് നമ്മുടെ പുറകെ വന്നോണ്ടിരിക്കുകയാണല്ലോ. അവന്റെ കഥ അതോടെ അവസാനിച്ചു. ഇല്ലട ചക്ക. അയ്യോ രുദ്ര, ഇപ്പൊ ഞാൻ ഈ സ്റ്റോൺ യൂസ് ചെയ്താലേ പറ്റത്തുള്ളൂ. കൂട്ടുകാരെ, പ്രോബ്ലം സോൾവ്. ഇനിയും വേഗത്തിലോട്. അവർ രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. അവരെവിടെ എവിടെ അടുത്തുണ്ട്. പെട്ടെന്ന് ഇതെന്താ പറ്റിയേ? Sibaiska Protection
മിഷൻ കവർ ക്രിയേറ്റോ. ഹെറോഷ്യസ്, നിങ്ങൾ അവന്റെ കഥ അവസാനിപ്പിച്ചു. ഇനി അവന്റെ കല്ല് നമുക്ക് തട്ടിപ്പറിക്കാം. ഇനി ആ കല്ല് വേറെ എങ്ങോട്ടും പോവില്ല. ഞാൻ എപ്പോ വിചാരിച്ചാലും അത് എടുക്കാൻ പറ്റും. പക്ഷെ അതിനേക്കാളും മുമ്പ് നമുക്ക് മറ്റുള്ള കല്ലുകളാണ് അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാകുന്നതിന് മുമ്പ് പോകാം ഗസൂബയിലേക്ക്. Ibaiska passage creato. അവര് നമ്മളെ കടത്തി വെട്ടി മുന്നോട്ട് പോയിരിക്കുക. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഈ ഈജിപ്ഷ്യൻ നഗരം എത്ര അതിമനോഹരമായിട്ടിരിക്കുന്നു അല്ലേ? വാവ്. ഇത് ഗസൂബ നഗരമാണ്. ദാ അങ്ങോട്ട് നോക്ക്, അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ ഭാഷയുടെ പേര് നാസർ എന്നാണ്. വരൂ, നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. അദ്ദേഹത്തിന് മാത്രമേ നമ്മെ സഹായിക്കാനാകൂ. ഭാഷ നാസിർ, ഞങ്ങൾക്ക് താങ്കളുടെ സഹായം ആവശ്യമുണ്ട്. ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാനാകൂ. ഞെട്ടിപ്പോയി അല്ലേ? നമുക്കറിയാം ഈ ലോകം അവസാനിക്കാൻ പോവുകയാണെന്ന്. എന്നിട്ട് നമുക്കിതും അറിയാം, എനിക്ക് മാത്രമേ അതിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുമുള്ളൂ. ഇവിടുത്തെ ബോസിനെ ഞങ്ങളുടെ മഹാബലി ഹെറോഷ്യസ് അടിച്ചു പുറത്താക്കി കഴിഞ്ഞു. നിങ്ങളിപ്പോ കാണുന്ന നസൂബ നഗരത്തിന്റെ രാജാവ് ഇദ്ദേഹമാണ്, ഹെറോഷ്യസ് ആണ്. ഹെറോഷ്യസ്, ഇപ്പോഴും സമയമുണ്ട്. ആ കല്ല് ഞങ്ങൾക്ക് തന്നേക്ക്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. നിന്റെ ഈ വിരട്ടൽ നമ്മൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഹെറോഷ്യസിന് സന്തോഷമായിരിക്കുന്നു. ഹെറോഷ്യസിന് സന്തോഷമെങ്കിൽ നിനക്കും സന്തോഷം. പിടിക്കവരെ. രക്ഷിക്കണേ, രക്ഷിക്കണേ, ഓടി വരണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും വരണേ, ഓടിക്കോ, ഓടിക്കോ. ഇനി എനിക്ക് ഓടാൻ കഴിയില്ല. ഐഡിയ. പെട്ടെന്ന് കയറ്, പെട്ടെന്ന് കയറ്. നിങ്ങളാരാണ്?
ഞാൻ ഇവിടുത്തെ ഭാഷ നാസർ. എറോഷ്യസ് പെട്ടെന്ന് ഇവിടെ വന്ന് ആക്രമിച്ചു. അതുകൊണ്ട് ഞാൻ ജീവൻ രക്ഷപ്പെടാൻ ഓടി ഒളിച്ചു. പിന്നെ എനിക്ക് അവനുമായിട്ട് ഏറ്റുമുട്ടാനാവില്ല, കാരണം അവൻ ഒരുപാട് മാജിക് അറിയാം. നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ? ലോകം അപകടത്തിലാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം. എന്ത് ആവശ്യമുണ്ടോ ഞാനത് ഞങ്ങൾക്ക് ചെയ്തു തരാം. പക്ഷേ എൻ്റെ ഈ നഗരം തിരിച്ചു പിടിക്കാൻ നീ എനിക്ക് സഹായിക്കണം. എനിക്ക് എൻ്റെ സിംഹാസനം എനിക്ക് തിരിച്ചു പിടിക്കണം. സമ്മതിച്ചു. ഇപ്പൊ ഷാക്കിർ ആരുടെ പേരാണെന്ന് പറയാവോ? ഷാഹിറോ? ഷാഹിർ ആരുടെ പേരല്ല. ഒന്ന് ആലോചിക്കൂ, ഷാക്കിറിന്റെ പേരിൽ ആരെങ്കിലും കാണും. നിങ്ങളുടെ മുത്തശ്ശന്മാർ. ഓഹോ, എന്റെ മുതുമുത്തച്ഛന്റെ പേര് ഷാഹിർ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ശില്പം ഈ നഗരത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ സ്ഥലത്തോട്ട് കൂട്ടിക്കൊണ്ട് പോകും, ഞങ്ങൾക്ക് ആ സ്ഥലത്തോട്ട് പോകണ്ടേ? വാടാ വാടാ, ഞങ്ങളുടെ പുറകെ വാടാ. ഈ സ്റ്റാച്ചു ഒന്ന് നോക്കിക്കേ. എന്തോ കിങ് ഷാക്കിർ ആർക്കോ വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്ന പോലെ തോന്നുന്നു. കല്ലതിന്റെ താഴെ തന്നെ കാണും. കല്ലോ? ഏത് കല്ല്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ താഴോട്ട് പോകാനുള്ള വഴി കണ്ടുപിടിക്കണം. എന്നാലും ഇവിടെ നിന്ന് നോക്കാം. അതായിരിക്കും ആ സ്ഥലം. കൂട്ടുകാരെ, ഞാൻ ആ വഴി കണ്ടെത്തി കഴിഞ്ഞ്. വരൂ, നമുക്ക് അകത്തോട്ട് പോകാം. അയ്യോ, ഇതെന്തൊരു ഗുലുമാലാണ്. നമ്മൾ ഇറങ്ങി എങ്ങോട്ടായി പോകുന്നേ? ഈ സ്ഥലം വളരെ വിചിത്രമാണല്ലോ. ഇവിടെ ഇപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞാൽ കോറിഡോർസ് ആണല്ലോ. നമ്മളിപ്പോ എങ്ങോട്ടാ പോകണ്ടേ? ആ കാണുന്ന പെയിന്റിംഗിൽ എന്തെങ്കിലും ക്ലൂ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ? ആ വഴിയിലോട്ട് ചെല്ല്. എല്ലാ കാക്കകളും ഒരേ ഡയറക്ഷനിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാല് ആ കാക്കകൾ നമുക്ക് ഡയറക്ഷൻ പറയുവാണ്. ദേ അവിടെയുണ്ട് കാറ്റിന്റെ ശക്തിയുള്ള കല്ല്. അതിഭയങ്കര കാറ്റ് വീശുന്ന ശക്തി അതിനുണ്ട്. അടിപൊളി. എന്റെ നഗരത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നോ? എനിക്കറിയില്ലായിരുന്നു. അപ്പോഴേക്കും അടുത്ത പുലിവാല വന്നല്ലോ. ഇവിടെ രക്ഷയില്ലെന്ന് തോന്നുന്നു. ഇനി എങ്ങോട്ടാ പോവാ? എങ്കിൽ ഞാൻ പിന്നെ എന്റെ കടയിൽ കയറിയേക്കാം.
ഇങ്ങോട്ട് വാ. അവന്മാരൊക്കെ ഇവിടെ ഉണ്ടാവും. ഒച്ച അവിടുന്ന് വരുന്നേ. വാ. രുദ്ര, ഇവിടെ ആകെ പ്രശ്നമായിരിക്കുക. നീ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യേ. കിട്ടിപ്പോയി. കാറ്റിന്റെ ശക്തിയുള്ള കല്ല്. Sibaiska, door close. കുട്ടി, നീ എന്താ കരുതിയത്? ഈ ഒരു ചുവര് കെട്ടി നീ എന്നെ തടഞ്ഞു നിർത്താവുന്നോ? ഹിറോഷിയസ്, രുദ്രന്റെ പ്രായത്തിനെയും രുദ്രന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. സൈനികരെ, ഈ ഷീൽഡിനെ തല്ലി തകർക്ക്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങൾ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ എന്താ വായി നോക്കി നിൽക്കുന്നേ? വേഗം ഇവിടുന്ന് സ്ഥലം വിടാം. ഓർത്തു നോക്ക്, ആ പസിലിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ഈച്ചക്ക് ദാന ബീച്ചക്ക് ദാന, ധാന്യത്തിന് മേളിൽ ധാന്യം എന്ന് വെച്ചാൽ ധാന്യത്തിന് മേളിൽ ധാന്യം എന്ന് വെച്ചാല് ഒരു കല്ല് താഴെയാണെങ്കില് മറ്റൊന്നും മുകളിലുണ്ട്. പക്ഷെ ഇത് മുകളിൽ എവിടെയാണ്? എവിടെയാണ്? മുകളിൽ എന്ന് വെച്ചാൽ ഈ സ്ഥലം തന്നെ ആയിരിക്കും. പക്ഷെ കല്ലെവിടെയാണ്? രുദ്ര, വേഗം എന്തെങ്കിലും ഐഡിയ ചെയ്യേ. അവന്റെ ഹാമർ നിന്റെ ഷീൽഡ് തകർത്തുകൊണ്ടിരിക്കുക. പുറത്തു വന്നാൽ അവൻ നമ്മളെ ക്രാക്ക് ചെയ്യും. ഉത്തരം ആ പസിലിൽ തന്നെയുണ്ട്. ചില സമയങ്ങളെല്ലാം മിണ്ടാതിരിക്കും. അത് കഴിഞ്ഞിട്ട് അവൻ ധന്യം തന്നെ കഴിച്ചോണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഒരു ധന്യം അവൻ കഴിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ കല്ല് അവൻ കഴിക്കാൻ പോവുകയാണ്. യെസ് യെസ്, ആദ്യത്തെ കല്ല് അവന്റെ വയറിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നത് നാലാമത്തെ കല്ലാണെന്ന്. ഒരു പക്ഷേ അത് യെസ്, കിട്ടിപ്പോയി. കല്ല് അതിന്റെ വയറിനകത്ത് തന്നെയുണ്ട്. Watch India's largest kids library only on Jio Hotstar. Download the app now.